മണ്ണും പിന്നെ ഇത് ചാണകപ്പൊടി മാത്രം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബ് നല്ല ഭംഗിയുള്ള ടെറ്റിൽ വൈൻ ഇങ്ങനെ തൂക്കി കിടക്കാൻ കാണുമ്പോൾ നല്ല രസമല്ലേ? കാരണം ഒരു 2.5-3 അടിയോളം ഭംഗിയിൽ ഇങ്ങനെ തൂക്കി കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇത് എവിടെയാണെന്നല്ലേ? ഇത് സുൽത്താൻ ബത്തേരി കൃഷ്ണഗിരിയാണ്. സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്താണ്. വീട്ടുപേര് ദേവഗിരി എന്നാണ്. രാജേട്ടനും സുമതിയടത്തിൻ്റെ വീടാണ്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ ടെറ്റിൽ വൈൻ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്. ശരിക്കും അല്ല. ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും നമ്മുടെ ചാർലിയാണ്. എപ്പോഴും വെയിലടിക്കുന്ന വീടുകൾക്ക് ഇപ്പോൾ ഈ സിറ്റ് ഔട്ട് നല്ല ഭംഗിയാണ്, നല്ല സുഖമാണ് ഇരിക്കാൻ വൈകുന്നേരങ്ങളിലൊക്കെ. പക്ഷേ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ മറയ്ക്കാൻ കൂടി നമുക്ക് ഈ ചെടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഈ ചെടി മാത്രമല്ല, നമുക്ക് കട്ടൺ ക്രീപ്പറോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. രണ്ടാൾ ഇവിടെ തന്നെ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്? എന്താ ശരിക്കും ചെയ്യുന്നത്? എന്താ കൃഷി പരിപാടി തന്നെയാണോ? കൃഷി തന്നെ. മക്കൾ എത്ര പേരുണ്ട്? 2 പേര്. അവരുടെ പേര്? വികാസ്, വിവേക്. 2 ആൺകുട്ടികളാണ്. ശരി. അപ്പോൾ ഇതെന്താ, എങ്ങനെയാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട്? ഞാൻ ടെറ്റിൽ വൈനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ടെറ്റിൽ വൈനാണെന്ന് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ചാണകപ്പൊടി, പിന്നെ വേപ്പും പിണ്ണാക്ക്, പിന്നെ ഇതിൻ്റെ തേങ്ങേൻ്റെ ചകരി. പിന്നെ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് തോന്നുന്നു. ചെറുങ്ങനെ. എത്ര കാലമായി ഇങ്ങനെ ഇത്രയും ഒരുപാട് കാലമായി ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്? 10 കൊല്ലത്തിന് മേലെ. 10 കൊല്ലത്തിന് മുകളിലായി. ഇപ്പോഴത് കറക്റ്റായിട്ട്, കാരണം ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ പല വീടുകളിൽ ചെന്ന് നോക്കുമ്പോൾ അതൊക്കെ കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അവിടെ വന്നിട്ട് നേരെ എൻ്റെ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം മഴ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവരുടെ പ്ലാന്റും വല്ലാതെ പോയ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഇത് നോക്കി ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് സെറ്റ്. ഒരു കിളി, അതേപോലെ ഒരു കിളീൻ്റെ കൂടി ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് വാ. ഇത് കണ്ടോ, കാണാത്ത പോലെ അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. ഓക്കെ. ഇവിടെ മണ്ണുകൊണ്ടൊക്കെ ഒരാൾ സെറ്റാണ്. ഇതിലെന്തൊക്കെയുള്ള ഈ പോട്ടി മിക്സിൽ എന്തൊക്കെയുള്ള? മണലും മണ്ണും പിന്നെ ഇത് ചാണകപ്പൊടി. അത് 2 മാത്രമേ ഉള്ളൂ? മാത്രം. അപ്പൊ ഇത്രയും കൂടുതൽ വെക്കൂലേ? ചുറ്റും നിറച്ചങ്ങ് വെക്കും. അപ്പൊ ഈ 2 സാധനങ്ങൾ മാത്രമേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് വളർന്നിട്ടാണ് നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചെടി കാണിച്ചു തരിക മാത്രമല്ല, നടാൻ ഇപ്പോൾ അങ്ങോട്ടൊക്കെ നിറച്ച് വെച്ചിട്ട് നടാൻ വേണ്ടിയിട്ടുള്ളതാണോ? നിറച്ച് നട്ടു. എന്തും നിറച്ച് നട്ടു വെക്കും അല്ലേ? അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരോടും നടാനാണ് പറയാനുള്ളത്. അല്ലാണ്ട് വെറുതെ നെറ്റിട്ട് നോക്കിയില്ലെങ്കിൽ അതൊക്കെ ഫുള്ള് ഉണങ്ങി പോകില്ലേ? യെസ്, അത് കറക്റ്റാണ്. അപ്പോൾ നോക്കാൻ കഴിയുന്നവർ മാത്രം നട്ടുണ്ടാക്കാനാണ് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു മെസ്സേജും കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ടാറ്റാ.